എല്ലാവരെയും ഞെട്ടിച്ച കറുത്ത കുതിരയായി അൻവർ. വോട്ട് സമാഹരിക്കാനുള്ള അൻവറിൻ്റെ കഴിവിനെ പരക്കെ ശ്ലാഘിക്കപ്പെട്ടു. എല്ലാ ചാനലുകളും അൻവറിൻ്റെ വോട്ട് പിടുത്തത്തെക്കുറിച്ചാണ് ആദ്യാവസാനം പറഞ്ഞത്. ഇലക്ഷൻ പ്രചരണ കാലത്ത് പല കമൻറ്റുകളും പല തമാശകളും, ചിലതൊക്കെയും മാനസിക നില തന്നെ തകരാറിലായോ എന്ന് തോന്നിപ്പിക്കും വിധമൊക്കെ സംസാരിച്ചെങ്കിലും അടിസ്ഥാനപരമായി അയാൾക്ക് ഇലക്ഷൻ മാനേജ്മെൻ്റ് അറിയാം എന്ന് മാത്രമല്ല, ജനങ്ങൾ അയാളോടൊപ്പമുണ്ട് എന്നുള്ളതും തെളിവാണ്. സ്വരാജ് പിടിച്ച വോട്ടും അൻവർ പിടിച്ച വോട്ടും കൂട്ടിയാൽ അപ്പോഴും ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടും. അൻവർ പിടിച്ച വോട്ടും ആര്യാടന് കിട്ടിയ ഭൂരിപക്ഷവും തമ്മിൽ ഒരുമിച്ച് കൂട്ടിയാൽ അതൊരു ചരിത്ര വിജയവുമാകും. എന്നുവെച്ചാൽ രണ്ട് സ്ഥലത്തെയും ഗുണിതങ്ങളെ സ്വാധീനിക്കാൻ PV അൻവറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ BJPയുടെയും SDPIയുടെയും രാഷ്ട്രീയത്തിൽ മറ്റു പല സംഗതികളും കൂട്ടിച്ചേർത്ത് പല വാദങ്ങളും ഉന്നയിച്ചെങ്കിലും നിലമ്പൂരിലെ ജനങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അവരുടെ വിഷയങ്ങളിലേക്ക് ജമാഅത്ത് ഇസ്ലാമിയോ തീവ്രവാദകമോ സ്വജാതിയോ ഒന്നുമടക്കം കടന്നുപോയതേയില്ല. അവർ ആളുകളെ നോക്കി, രാഷ്ട്രീയം നോക്കി കരുത്തോട് വോട്ട് ചെയ്തു. നിലമ്പൂരിൻ്റെ ഗണിതശാസ്ത്രം, വോട്ടിൻ്റെ മനഃശാസ്ത്രം പറയുന്നത് അങ്ങനെ തന്നെയാണ്. PV അൻവർ യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു കറുത്ത കുതിരയായി മാറി എന്നുള്ളതാണ് സത്യം. ആദ്യഘട്ടങ്ങളിൽ രണ്ട് മുന്നണികളെയും ഇലക്ഷൻ അനലൈസ് ചെയ്യുന്നവരെയും അന്തരീക്ഷത്തിൽ നിർത്തി PV അൻവർ. എന്തും സംഭവിക്കുമോ എന്നൊരു തോന്നലുണ്ടായി. പിന്നീട് ലീഗിൻ്റെ കോട്ടകളിലും അതുപോലെ കോൺഗ്രസിൻ്റെ പരമ്പരാഗത മേഖലകളിലുമൊന്നും വോട്ട് ചോർച്ച UDFന് സംഭവിക്കാത്തത് കൊണ്ടുകൂടിയാണ് ഈ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. എന്നാൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ CPMന് നഷ്ടപ്പെട്ടത് ഏതാണ്ട് 17,000-ഓളം വോട്ടാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അൻവർ ആദ്യമായല്ല ഇങ്ങനെ ഞെട്ടിക്കുന്നത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളും തനിക്ക് അനുകൂലമാക്കാൻ കഴിയുന്ന ഒരു വൈദഗ്ധ്യം അൻവർ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2011-ലും 2014-ലും എല്ലാം PV അൻവർ കാണിച്ചത് ഇതേ മാജിക്ക് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ മത്സരത്തിനിറങ്ങുമ്പോൾ അൻവർ ഒരു ഫാക്ടറേ അല്ലെന്നും 5,000-നും 7,000-നും താഴെ മാത്രമായിരിക്കും വോട്ട് പിടിക്കുക എന്ന് പലരും പറഞ്ഞപ്പോൾ ചില ഒറ്റപ്പെട്ട നിശബ്ദരായ രാഷ്ട്രീയ നേതാക്കളാണ് AP അനിൽകുമാറിനെ പോലെയുള്ളവർ 20-നടുത്ത് വരെ അൻവർ പിടിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞത്. കാരണം അത്രമേൽ വോട്ട് സമാഹരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ് അവിടങ്ങളിൽ തെളിയിക്കുന്നത്. അൻവർ ഇല്ലാതെയും ജയിച്ചു എന്നതൊരു അവകാശവാദമായി പറയാമെങ്കിലും അങ്ങനെ പറയുന്നതിനപ്പുറത്ത് അൻവർ ഫാക്ടർ ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും മറ്റു പല കാര്യങ്ങളിലും പ്രസക്തമാണെന്നും എന്ന് മാത്രവുമല്ല, 6 മാസങ്ങൾക്കപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സ്വരാജിനെപ്പോലൊരു കരുത്തനായ സ്ഥാനാർത്ഥിയല്ല അവിടെ വരുന്നതെങ്കിൽ അൻവർ ഒരു 2ാം സ്ഥാനക്കാരനോ വിജയിയോ ആകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാവില്ല. അത്ര കരുത്തോടെയാണ് അദ്ദേഹം വോട്ട് പിടിച്ചത്. എല്ലാ പഞ്ചായത്തുകളിലും നിർണായകമായ വോട്ട് പിടിച്ചു. നിലമ്പൂർ നഗരസഭയിലടക്കം CPM പരമ്പരാഗതമായി പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം പോലും നഷ്ടപ്പെട്ടതിൽ അൻവർ എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. എന്ന് മാത്രമല്ല, അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് വല്ലാതെ വർഗീയമാക്കപ്പെടാൻ സാധ്യതയുള്ള നിലമ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയ ഗതിയെ തന്നെ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിലും പറയാം. അവിടെ വളരെ കൃത്യമായ വർഗീയത അല്ലെങ്കിൽ അത്തരമൊരു അജണ്ട മുന്നോട്ട് വെച്ച് മത്സരിച്ച 2 പേരായിരുന്നു BJPയും SDPIയും. BJP ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയത് മലയോര കർഷകരായ ക്രൈസ്തവ മതവിശ്വാസികളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, കാസയുടെ പ്രൊഫൈലിലൂടെ ചില അച്ഛന്മാരുടെ പേര് വെച്ച് ദീർഘമായ ലേഖനങ്ങളും എഴുതി അതിലേക്ക് അവർക്കിഷ്ടപ്പെടുന്ന ഒരുപാട് മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ അവിടുത്തെ ക്രൈസ്തവർ അത്തരം സംഗതികളിൽ കുടുങ്ങിയില്ല. മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരും അങ്ങനെ കേവലം ജാതി രാഷ്ട്രീയത്തിനപ്പുറത്ത് അവിടെ സ്ഥാനാർത്ഥിയും അവരുടെ രാഷ്ട്രീയ നിലപാടും നോക്കി വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വെള്ളാപ്പള്ളി നടേശൻ പോലും പറഞ്ഞത് ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ സ്വരാജിന് പോകും, മുസ്ലിങ്ങളുടെ വോട്ട് മുഴുവൻ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്നൊക്കെ പറയുന്നെങ്കിലും അത്തരത്തിലൊരു ഗണിതവും അല്ലെങ്കിൽ അത്തരത്തിലൊരു വോട്ടിൻ്റെ സ്പ്ലിറ്റും അവിടുത്തെ പരിശോധനയിൽ കാണാനേ കഴിയില്ല. അവിടെ നടന്നത് തികച്ചും സ്ഥാനാർത്ഥികളെ നോക്കിയും രാഷ്ട്രീയം നോക്കിയും മറ്റൊരുപാട് കടപ്പാടുകളുടെ കണക്കുകളിലുമാണ്. വർഗീയതയും ജാതീയതയും ഒന്നും നിലമ്പൂരിൽ ഏഷ്യതയില്ല. അതുകൊണ്ടാണ് അവിടെ ക്രൈസ്തവ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് സവിശേഷമായ എന്തെങ്കിലും കൂടുതൽ അവിടെ നിന്ന് കൊത്തിയെടുക്കാൻ അവർക്കായില്ല.
SDPI സ്ഥാനാർത്ഥി വന്നതോടുകൂടി അവിടെ എന്തെങ്കിലും കടുത്ത വർഗീയത പറഞ്ഞ്, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ മതവിരുദ്ധത പറഞ്ഞ്, അല്ലെങ്കിൽ PV അൻവറിൻ്റെ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഒന്നും ആർക്കും സമാഹരിക്കാനായില്ല. രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വോട്ടുകൾ തിരിഞ്ഞത് കൂടാതെ ചില നിലപാടുകളുടെ കടുപ്പം കാണിച്ച മറ്റു ചിലർ അൻവറിൻ്റെ പക്ഷത്തേക്കും തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റ് രണ്ട് കൂടകളും വല്ലാതെ കുറഞ്ഞു പോവുകയോ അവർ പ്രതീക്ഷിച്ചത് ലഭിക്കാതിരിക്കുകയോ ചെയ്തു. അതെ, നിലമ്പൂർ ആരെല്ലാം എന്തെല്ലാം വർഗീയതയിൽ ആക്ഷേപിച്ചാലും നല്ല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.